ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ 6th സ്റ്റാൻഡേർഡ് പൊളിറ്റിക്സിൻ്റെ 7th ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. അതിന് മുന്നേയായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഹിസ്റ്ററിയുടെയും പൊളിറ്റിക്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ വീഡിയോസ് കാണുക. While the councillors, committees and the councillors decide on issues, the commissioner and the administrative staff implement these. അപ്പം ഓരോ കൗൺസിലേഴ്സ്, അതായത് കമ്മിറ്റീസിലെ കൗൺസിലേഴ്സും അല്ലാണ്ട് ഓരോ വാർഡ് കൗൺസിലേഴ്സൊക്കെ ഓരോരോ തീരുമാനങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ അവരെടുക്കുമ്പം കമ്മീഷണറും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുമാണ് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ദ കമ്മീഷണർ ആൻഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ആർ അപ്പോയിൻറ്റഡ്, കൗൺസിലേഴ്സ് ആർ ഇലക്റ്റഡ്. ഈ കമ്മീഷണറിനെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. ഈ കൗൺസിലേഴ്സിനെ മാത്രമേ ജനങ്ങൾക്ക് ഇലക്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള അവകാശമുള്ളൂ. സോ ഹൗ ആർ ദീസ് ഡിസിഷൻസ് മെയ്ഡ് ആസ്ക്ഡ് റഹന, ഹൂ നെവർ ഗേവ് അപ്പ് ഓൺ ഹെർ ട്രെയിൻ ഓഫ് തോട്ട്. അപ്പം ആ കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്? ഓക്കെ, well, all of the ward councillors meet and they make a budget and the money is spent according to this. The ward councillors try and ensure that the particular demands of their wards are placed before the entire council. അപ്പം എല്ലാ വാർഡ് കൗൺസിലേഴ്സും കൂടെ ഒരുമിച്ചൊരു യോഗം കൂടി ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട മണിയുടെ ഒരു ബഡ്ജറ്റ് അവർ തീരുമാനിക്കും. ഈ വാർഡ് കൗൺസിലേഴ്സൊക്കെ അവരുടെ വാർഡിൽ നടക്കുന്ന എന്തെങ്കിലും പർട്ടിക്കുലർ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ അവരുടെ വാർഡിൽ നിന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ ഈ മറ്റുള്ളവരുമായിട്ടുള്ള മീറ്റിങ്ങിൽ അതൊക്കെ അവർ സംസാരിക്കും. ഇപ്പോൾ പുതിയതായിട്ടൊരു ബസ് സ്റ്റാൻഡ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഗാർബേജ് കളക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംവിധാനം വേണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഓർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ മീറ്റിംഗ് കൂടുന്ന സമയത്ത് അവരിതൊക്കെ അവതരിപ്പിക്കും. പിന്നീട് ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നതും ഇവരുടെ ജോലിയാണ്. ഓരോ എമൗണ്ട് ഓഫ് മണി അത് ഇന്ന കാര്യത്തിന് വേണ്ടി ചിലവാക്കണം എന്നുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് ഈ വാർഡ് കൗൺസിലേഴ്സ് കൂടുന്ന ആ യോഗത്തിൽ സംസാരിക്കും. These decisions are then implemented by the administrative staff, said Yasmin Khala, enjoying the questions that the children asked. അപ്പോൾ ഇങ്ങനെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കൗൺസിലേഴ്സ് ചേരുന്ന യോഗത്തിൽ സംസാരിക്കുന്ന ഓരോരോ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടല്ലേ. പിന്നീട് ഇവരെടുത്ത ഈ തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഈ വാർഡ് കൗൺസിലേഴ്സ് ഒരു മീറ്റിംഗ് കൂടുമ്പം ആ ഒരു ടൈമിലാണ്. എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യണം, അതിനൊക്കെ വേണ്ട ബഡ്ജറ്റൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ടൈമിലാണ്. പിന്നീട് ഇവരെടുത്ത തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫാണ്. അപ്പം ഹൗ ആർ ദീസ് ഡിസിഷൻസ് മെയ്ഡ് എന്നുള്ള ഒരു ക്വസ്റ്റിന് ആൻസർ നമുക്ക് ലഭിച്ചു അല്ലേ. ഈ വാർഡ് കൗൺസിലേഴ്സ് ചേരുന്ന മീറ്റിങ്ങിൻ്റെ കാര്യവും അതുപോലെ അവർ പൈസയൊക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അവരുടെ വാർഡിലെ പർട്ടിക്കുലർ ഡിമാൻഡ്സൊക്കെ ഇവർ ഈ മീറ്റിങ്ങിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഇവർ എടുത്തിട്ടുള്ള ഡിസിഷൻസൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് വഴി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് ഡിസിഷൻസൊക്കെ എടുക്കുന്നത്. ഹൗ ഡസ് ദ മുനിസിപ്പൽ കോർപ്പറേഷൻ ഗെറ്റ് ഇറ്റ്സ് മണി? എങ്ങനെയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള മണി ലഭിക്കുന്നത്? പ്രൊവൈഡിങ് ആൻഡ് റണ്ണിങ് സോ മെനി സർവീസസ് റിക്വയർസ് എ ലോട്ട് ഓഫ് മണി. ദ മുനിസിപ്പൽ കോർപ്പറേഷൻ കളക്ട്സ് ദിസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോരാനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് പൈസ ആവശ്യമാണല്ലേ. അപ്പം ഓരോ വഴിയിലൂടെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്. എ ടാക്സ് ഈസ് എ സം ഓഫ് ദി money that people pay to the government for the services the government provides. അപ്പം ടാക്സ് ആയിട്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന സർവീസിൻ്റെ ഒരു വിഹിതമായിട്ട് ഇവർക്ക് ടാക്സ് കൊടുക്കുന്നുണ്ടല്ലേ. People who own homes have to pay property tax as well as taxes for water and other services. അപ്പം സ്വന്തമായിട്ട് വീടുള്ളവർ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, അതുപോലെ തന്നെ വാട്ടറിനും മറ്റ് സർവീസസിനും ഒക്കെ ടാക്സുകൾ അടയ്ക്കണം. The larger the house, the more the tax. Property taxes, however, form only 25 to 30% of the money that a municipal corporation earns. അപ്പോൾ എത്ര വലിയ വീടാണോ അതിനനുസരിച്ച് ടാക്സ് കൂടും. ഈ പ്രോപ്പർട്ടി ടാക്സ് കൊണ്ട് ഏകദേശം മുനിസിപ്പൽ കോർപ്പറേഷന് 25 to 30% മണി അവർക്ക് ലഭിക്കുന്നത് ഈ പ്രോപ്പർട്ടി ടാക്സിൽ നിന്നാണ്.
ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷന് മണി കിട്ടുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെയാണ് പൈസ കളക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വേ ആണ് ഈ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സർവീസസിനും അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്കൊക്കെ ആയിട്ട് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സിലൂടെയാണ് ഇവർക്ക് ഈ മണി ലഭിക്കുന്നത്. ഓക്കെ, അതായത് മുനിസിപ്പൽ കോർപ്പറേഷന് ലഭിക്കുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 25-30% മണി എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി ടാക്സിലൂടെയാണ് അവർക്ക് ലഭിക്കുന്നത്. There are also taxes for education and other amenities. If you own a hotel or shop, then you have to pay tax for this as well. അതുപോലെ തന്നെ എഡ്യൂക്കേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ടാക്സ് നമ്മൾ അടയ്ക്കണം. ഇപ്പം ഒരാൾക്കൊരു ഹോട്ടലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷോപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇവർക്ക് ടാക്സ് കൊടുക്കണം. Also, the next time you go to see a movie, look carefully at your ticket because you pay tax for this as well. ഇപ്പോൾ നിങ്ങളൊരു സിനിമ കാണാൻ പോവുകയാണെങ്കിൽ അവിടുന്ന് ടിക്കറ്റ് ലഭിക്കും അല്ലേ? ആ ടിക്കറ്റ് നോക്കിയാൽ തന്നെ അതിലൊരു ചെറിയ എമൗണ്ട് ഈ ടാക്സ് ആയിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. Thus, while rich people account for property taxes, a much wider population pays more general taxes. ഈ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പ്രോപ്പർട്ടി ടാക്സ് എന്ന രീതിയിൽ ഇവർക്ക് ടാക്സ് അടയ്ക്കുമ്പം ബാക്കിയുള്ള പാവങ്ങൾ ജനറൽ ടാക്സ് ആയിട്ടും ഇവർക്ക് ടാക്സുകളൊക്കെ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ വീടും അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ ടാക്സുകൾ കൂടി വരും അല്ലേ? അപ്പം കൂടുതൽ പണക്കാരായിട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ പ്രോപ്പർട്ടി ടാക്സ് വരുന്നത്. പക്ഷേ പാവങ്ങളാണെങ്കിൽ ജനറൽ ടാക്സ് എന്നുള്ള രീതിയിലും ഈ പൈസ മുനിസിപ്പൽ കോർപ്പറേഷന് കൊടുക്കാറുണ്ട്. No adults asked her about her job and children's questions provided her an opportunity to relieve some of her experiences. ആരും തന്നെ ഇവരോട് ഇവരുടെ ജോലിയെക്കുറിച്ചോ അതിന് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാവുകയും അവരുടെ ഈ എക്സ്പീരിയൻസുകളൊക്കെ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരതിനെ എടുക്കുകയും ചെയ്തു. But the city is so large, it must take a lot of people to look after it. Does the municipal corporation have a lot of workers? asked Shankar curiously. അപ്പോൾ ഈ സിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലേ? ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുക ഒരുപാട് പേര് വേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ധാരാളം വർക്കേഴ്സ് ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് ശങ്കർ ചോദിച്ചു. He had by now luckily forgotten about the cricket match and his incomplete over. അപ്പോൾ ഇവൻ എന്തായാലും ഈ ഒരു ടൈം കൊണ്ട് ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ചും ഇൻകംപ്ലീറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഓവറിനെ കുറിച്ചൊക്കെ മറന്നു പോയിട്ടുണ്ട്. Yes, the work in the city is divided into different departments. So there is the water department, the garbage collection department, a department to look after gardens, another to look after roads. I worked on accounts in the sanitation department, said Yasmin Khala, and then went on to offer the children some kebabs to eat. അപ്പോൾ ഈ സിറ്റിയിൽ ഒരുപാട് ജോലികളുണ്ടെന്ന് അറിയാമല്ലേ നമുക്ക്. ഇത് ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, ഗാർബേജ് കളക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഗാർഡൻസ് ഒക്കെ നോക്കി നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, റോഡ്സ് നോക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ സിറ്റിയിലുള്ള എല്ലാ ജോലികളെയും ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ യാസ്മിൻ ഖാല വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അക്കൗണ്ട്സിലാണല്ലേ. അത് സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ട്സിലാണ്. പിന്നീട് അവർ ഈ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കബാബ്സൊക്കെ കൊടുത്തു. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കുട്ടികൾ വന്നിരിക്കുക അല്ലേ. ഇത്രയും നാളായിട്ട് ആരും ഇവരോട് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇവരുടെ ജോലിയെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കുറച്ച് പേര് വന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്നേഹത്തോടെ ഇവർ ഫുഡൊക്കെ കൊടുത്തു. Jahangir ate his kebabs at top speed and as he wolfed them down, he asked loudly from the kitchen, Yasmin Khala, where does the garbage that the municipal corporation collects go to? അപ്പോൾ ജഹാംഗീർ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ്റെ കബാബ്സൊക്കെ കഴിച്ചിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ഈ ഗാർബേജ്, ഓക്കെ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഗാർബേജ് കളക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇവർ ഈ കളക്ട് ചെയ്യുന്ന ഗാർബേജ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? The others were still eating when Yasmin Khala began to answer. മറ്റുള്ളവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ യാസ്മിൻ ഖാല എന്നുള്ള മറുപടി പറഞ്ഞു. This question has an interesting answer. As you know, you can usually find garbage lying all over the street. അപ്പോൾ നമുക്കറിയാം ഈ ഗാർബേജ്, ഈ ചപ്പുചവറുകൾ നമ്മുടെ റോഡിൽ ഒക്കെ ഫുൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണല്ലേ. വേസ്റ്റ് ബിൻ വെച്ചാൽ വേസ്റ്റ് ബിന്നിലൊന്നും കൃത്യമായിട്ട് ആരും കൊണ്ടിടത്തില്ല. അതൊക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വഴി നീളക്കിടക്കുകയാണ്.
Earlier, even our neighborhood used to have garbage lying all over, and if this remains uncollected, it attracts dogs, rats and flies. അപ്പോൾ ഇങ്ങനെ ഗാർബേജൊക്കെ കളക്ട് ചെയ്യാണ്ട് ഈ ചപ്പുചവറൊക്കെ ഇങ്ങനെ വഴിനീളം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഈ ഡോഗ്സും റാറ്റ്സും ഓരോരോ ഫ്ലൈസൊക്കെ ഈ പ്രദേശത്തേക്ക് വരും അല്ലേ ഇത് തേടിയിട്ട്. ഓൾസോ പീപ്പിൾ ഗെറ്റ് ഇൽ ഫ്രം ദ സ്മെൽ. At one point, things became so bad that children even stopped playing cricket in the street because their parents were afraid that they would get sick from staying on the streets too long. അപ്പം ആദ്യകാലത്ത് ഈ ഗാർബേജ് ഒന്നും കളക്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ വഴിനീളെ ഇങ്ങനെ ഗാർബേജസ് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെരുവ് നായ്ക്കളും റാറ്റ്സും ഫ്ലൈസും ഒക്കെ ഈ പ്രദേശത്തേക്ക് വരിക. അതുപോലെ തന്നെ വല്ലാത്ത ബാഡ് സ്മെല്ലാണല്ലോ ഈ ഗാർബേജൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വരുന്നത്. അങ്ങനെ ബാഡ് സ്മെല്ല് കാരണം മിക്ക ആൾക്കാർക്കും അസുഖം വരിക. എന്തിന് കുട്ടികളെ പോലും വഴിയിൽ വിടത്തില്ലായിരുന്നു, അവർ ക്രിക്കറ്റ് കളിക്കാനായിട്ട് വിടത്തില്ലായിരുന്നു. കാരണം അത്ര ബാഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓരോരോ പോയിന്റിൽ വേസ്റ്റ് ബിൻ വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ അത് ഓരോ ടൈം അനുസരിച്ച് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക. അവിടെ നിങ്ങൾക്ക് സയൻസിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും ഹിസ്റ്ററിയുടെയും ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ്. എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോസ് അവിടെയുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക, ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കുക, എല്ലാവരും എക്സാം ടോപ്പർ ആവുക.